ലളിതാ സഹസ്രനാമം എന്താണ്, അതിന്റെ പവർ എന്താണ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരുണ്ട്. ഈ ഗ്രൂപ്പിന്റെ അകത്ത് വർഷങ്ങളായിട്ട് ചൊല്ലുന്നവരുണ്ട്. പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഇതിന്റെ അകത്തുണ്ട്. ഒന്നും അറിയില്ല, എങ്ങനെയാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതെന്ന് അറിയില്ല, പുസ്തകം പോലും എവിടെ കിട്ടുമെന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത് എന്നറിയാത്തവരുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു സംവിധാനം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം എന്നൊരു സംവിധാനത്തിലാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. നമ്മൾ പിന്തുടരുന്ന പരമ്പര ഹിമാലയത്തിലെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിന്റെ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തില് ഉള്ള അതിപൗരാണികമായ ഒരു ഉപാസന കേന്ദ്രമാണ്. ഓക്കെ, ആ ഉപാസനാ കേന്ദ്രത്തിൽ യോഗയും തന്ത്രയും വേദാന്തവും അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള പഠനവും ഗവേഷണവും ഒക്കെ നടക്കുന്ന ഒന്നാണ് ഹിമാലയൻ സിദ്ധാശ്രമം എന്ന് പറയുന്നത്. അതിന്റെ മറ്റു ചില പേരുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഷാൻഗ്രില്ല, ശംബാല എന്നൊക്കെ വിളിക്കുന്നത് ഈ സ്ഥലമാണ്. അപ്പൊ അത് ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഭൂലോകത്തെ മനുഷ്യർക്ക് വേണ്ടി അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി അനേകം തരത്തിലുള്ള മെത്തേഡുകൾ, അതിന് പ്രാപ്തരായിരിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരെ ആ പരമ്പര നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ഗുരുക്കന്മാർ പറയുക. അതായത് നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ്, നമ്മളുടെ ഭാരതത്തിന്റെ 2031 മുതൽ 2052 വരെയുള്ള 21 വർഷക്കാലം ഭാരതത്തിൽ വളരെ വലിയ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പരിണാമം ഭാരതത്തിൽ ഉണ്ടാകും എന്നാണ് പറയുക. അനേകം ആൾക്കാരിലേക്ക് സ്പിരിച്വാലിറ്റിയുടെ പുതിയ പുതിയ കാര്യങ്ങളെ എത്തിക്കുവാനുള്ള വളരെ വലിയ ഒരു മിഷൻ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്, സ്വാമി രാമ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, മഹർഷി അരബിന്ദോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷം മഹാപരിവർത്തന യുഗം എന്നാണത് അറിയപ്പെടുക. 21 വർഷക്കാലം വളരെ വലിയ രീതിയിലുള്ള സ്പിരിച്വൽ ഒരു എവല്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മനുഷ്യർക്കിടയിൽ ഉണ്ടാകും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന അനേകം ഗുരുക്കന്മാരുണ്ട്, അനേകം പരമ്പരകളുണ്ട്, അനേകം ആശ്രമങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരു മിഷന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ പരമ്പരയും ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര എന്ന് പറയുന്നത് അത്തരത്തിൽ പൗരാണികമായിരിക്കുന്ന ഒരു പരമ്പരയാണ്. നമ്മളുടെ ഗുരുനാഥൻ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിന് കീഴിലാണ് ഞാനും പഠിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തെ ഇന്ന് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ശിവകുണ്ഡലിനി ക്രിയ എന്ന പൗരാണികമായ വിദ്യ പഠിപ്പിക്കുന്നുണ്ട് ഹിമാലയൻ സിദ്ധാശ്രമം. അതുപോലെ തന്നെ തന്ത്രയോഗത്തിന്റെ ലഘു മെത്തേഡുകൾ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്നുണ്ട്. സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ വളരെ വലിയ ഒരു ക്യാമ്പ് ഡിസംബർ മാസത്തില് ഡിസംബർ 19, 20, 21 തീയതികളിൽ പത്തനംതിട്ട ജില്ലയിലെ ചരൽകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് റെസിഡൻഷ്യൽ ക്യാമ്പുണ്ട്. യോഗ പഠിക്കണം, തന്ത്ര പഠിക്കണം, കുണ്ഡലിനി ക്രിയ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, 3 ദിവസത്തെ ഒരു ക്യാമ്പാണ്. അതിന്റെ വിവരങ്ങളൊക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം എന്ന് വിളിക്കുന്ന ഒന്നാണ്. നമുക്കതറിയാം, അതിനൊക്കെ വിശദമായി 12 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ 1000 സഹസ്രം എന്ന വാക്കിന് 1000 എന്നാണ് അർത്ഥം. 1000 നാമങ്ങളെ ആണ് നമ്മൾ സ്തുതിക്കുന്നു, അല്ലെ? ദേവിയെ സ്തുതിക്കലാണ്. 1000 നാമങ്ങളിലൂടെ 1000 മന്ത്രങ്ങളിലൂടെ അമ്മയെ സ്തുതിക്കുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇത് വളരെ വലിയ ഒരു സമുദ്രമാണ്. നമ്മൾ അതിന്റെ തീരത്ത് നിന്ന് നോക്കുന്നതേ ഉള്ളൂ. ഇപ്പോ സമുദ്രത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതിലെ ഒരിറ്റ് ജലം നമ്മൾ എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റി വളരെ പഠിക്കേണ്ടതുണ്ട്. അനേക വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ അകത്ത് വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചു ചോദിച്ചാണ്, ഈ പാശുപതം എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ടല്ലോ, പാശുപതം അല്ലെ, മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധക്താസുരസൈനിക എന്നൊരു നാമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മഹാപാശുപതാസ്ത്രം ഉപയോഗിച്ചിട്ട് ദേവി ഭണ്ഡാസുരന്റെ സേനയെ മൊത്തം വധിച്ചു കളയുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് കാമേശ്വരാസ്ത്രം അയച്ച് ഭണ്ഡാസുരനെയും ചാമ്പലാക്കിയ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാശുപതം എന്ന് പറയുന്ന അസ്ത്രം എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് മഹാഭാരതത്തില് മഹാഭാരത യുദ്ധ സമയത്ത് അർജുനൻ ഉപയോഗിച്ച അസ്ത്രം, അല്ലെ? ഭഗവാൻ ശിവനെ തപസ് ചെയ്തുകൊണ്ട് യുദ്ധവിജയത്തിനായി അർജുനൻ ആർജിച്ചതാണ് പാശുപതാസ്ത്രത്തെ. അപ്പൊ അർജുനന് മുമ്പ് ആരാണ് പാശുപതാസ്ത്രം ഉപയോഗിച്ചത്? ശ്രീ ലളിതാംബികയ്ക്ക് ഭഗവാൻ കാമേശ്വരനായ ശിവൻ തന്റെ പത്നിക്ക് ഈ പാശുപതാസ്ത്രം നൽകിയിരുന്നു. എന്തിനു വേണ്ടി? ഭണ്ഡാസുര സൈന്യത്തെ വധിക്കാൻ വേണ്ടി എന്ന് നമ്മൾ
അതിന്റെ ആദ്യത്തെ കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങൾക്കും യൗകികവും താന്ത്രികവും മാന്ത്രികവും യാന്ത്രികവുമായ അർത്ഥതലങ്ങളുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നത് ഇതിന്റെ ബാഹ്യാർത്ഥമാണ്. ഇതിന്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോയിട്ടില്ല. സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോകുമ്പോൾ അതിന് യോഗശാസ്ത്രപരമായി ഇതെന്താണെന്ന് പറയണം, തന്ത്രശാസ്ത്രപരമായി ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം, ഇതും പ്രപഞ്ച ഘടനയുമായിട്ട് എത്തരത്തിൽ കണക്ട് ചെയ്യുന്നു എന്നറിയണം, ഇതും ശ്രീവിദ്യയുമായിട്ട് ഏത് രീതിയിൽ കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയണം. ഓരോ നാമങ്ങളും വർണ്ണിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ സംശയം ചോദിച്ച ആളോട് പറഞ്ഞു, പാശുപദം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് ഭണ്ഡാസുരന്റെ സേനയെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി അമ്മ പ്രയോഗിച്ച അസ്ത്രമാണ് പാശുപദം എന്ന് പറയുന്നത്. ഇനി യോഗാർത്ഥത്തിലേക്ക് വന്നാൽ, കുണ്ഡലിനി യോഗ രഹസ്യത്തിലേക്ക് വന്നാൽ, പശുപതി ആണ് ശിവൻ, അല്ലെ പശൂനാം പതി ആയിരിക്കുന്ന മഹാദേവൻ. ആ പശുപതിയിൽ നിന്നാണ് പാശുപദം ഉണ്ടായത്. പശു എന്ന വാക്കിന് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെന്നും ജീവജാലങ്ങളെന്നും അർത്ഥമുണ്ട്. ആ സർവ്വചരാചരങ്ങളുടെയും പതിയായ ഈശ്വരൻ, പരമേശ്വരൻ, അല്ലെ ഭവൻ ആയിരിക്കുന്ന മഹാദേവൻ, ആ ഒരു അർത്ഥം ഉണ്ട്. പദഘടന നോക്കി നമ്മൾ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കുണ്ഡലിനി ക്രിയയിലേക്ക് വന്നാൽ പാശുപദം, പാശു അല്ലെങ്കിൽ പശു എന്ന് നമ്മൾ പറയുന്നത് ജീവനാണ്, നമ്മുടെ ഉള്ളിലെ ജീവനാണ്. അതിന്റെ പതിയായിരിക്കുന്നത് പ്രാണനാണ്. അപ്പോ നമ്മളുടെ പ്രാണനെയും കുണ്ഡലിനി ശക്തിയെയും സ്വാധീനിക്കുന്ന ശാസ്ത്രവും പാശുപത ശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. സൂക്ഷ്മ യോഗ വിദ്യയിൽ പാശുപത വിദ്യ എന്ന് വിളിക്കുന്ന വിദ്യയുണ്ട്. അവിടെ നമ്മൾ, അതാണ് സ്വരയോഗം എന്നൊക്കെ പറയില്ലേ, ശരനൂൽ യോഗം, സ്വരയോഗം എന്നൊക്കെ പറയുന്ന മെത്തേഡുകളാണത്. അതിനെയൊക്കെ പറ്റി വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് പേര് ഇതിന്റെ ഡീപ്പായ അർത്ഥം ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇത് ഫസ്റ്റ് ലെവൽ പഠനമാണ്. അതുകൊണ്ട് തന്നെ സാമാന്യ അർത്ഥം, ബാഹ്യ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു പോകുക. ഓരോന്നിന്റെയും സൂക്ഷ്മാർത്ഥം പറയാനിരുന്നാൽ നമുക്ക് ഒരു 10 വർഷം കൊണ്ട് നമുക്കിത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് ധാരാളം പേര് പുതുതായിട്ട് പഠിക്കാൻ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇത് പഠിച്ച് പണ്ഡിതന്മാരായവർക്ക് വേണ്ടിയുള്ളതല്ല, തുടക്കക്കാർക്ക് വേണ്ടി. ഒന്നും അറിയില്ല ലളിതാ സഹസ്രനാമത്തെ പറ്റി, സംസ്കൃത ഭാഷയാണ്, ഞാനിതെങ്ങനെ ചൊല്ലും, എനിക്ക് ചൊല്ലാൻ അറിയില്ല, എന്നെ ഒന്ന് പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് ധാരാളം പേര് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് സംസ്കൃത ഭാഷ അറിയണമെന്നില്ല, മലയാളത്തിൽ നോക്കി നിങ്ങൾ എന്നാൽ ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. ഇപ്പൊ ക്ലാസ് മുന്നോട്ട് പോയപ്പോൾ ധാരാളം പേര് മെസ്സേജ് അയച്ചു, ഇപ്പോഴാണ് ഇതിന്റെയൊക്കെ അർത്ഥം അറിയുന്നത്. നാസാഭരണ പാസുര കദംബ മഞ്ചരി ക്ലിപ്ത കർണപൂര മനോഹര താടംഗ യുഗളീഭൂത തപന ഉഠുപമണ്ഡല പത്മരാഗ ശിലാദർശ പരിമാവി കപോലഭൂ. ഇതൊക്കെ നമ്മൾ ചൊല്ലി പോകുമായിരുന്നു. പക്ഷെ എന്താ ഇത് എന്ന് നമുക്ക് അറിയില്ല. ചിലർ തെറ്റായിട്ട് ചൊല്ലും. വക്രലക്ഷ്മി, വക്രലക്ഷ്മി അല്ല, വക്രലക്ഷ്മി, മുഖമാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ ഓരോന്നും നമ്മൾ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിലെ പഠനമാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള പഠനമാണ്. എങ്കിലും വർഷങ്ങളായിട്ട് ചൊല്ലുന്നവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. അവർക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോകാം. ഇപ്പൊ ഇന്നലെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചത്, ഇന്നലെ സഹസ്രനാമം ചൊല്ലിയ സമയത്ത് ഇതേപോലെ ഓരോ നാമങ്ങളും ചൊല്ലിപ്പോകുമ്പോൾ ആ ഒരു രൂപം, നീലചുകുര എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ മുടി വന്നു, അതൊക്കെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നു എന്നാണ്. അപ്പൊ അർത്ഥസ്മരണയോടെ നമുക്ക് ചെയ്യാൻ കഴിയുക. ഇതുവരെ എന്താണ് ചൊല്ലുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല, ഇനി നമ്മൾ അറിയണം, അല്ലെ? ഓരോന്ന് ചൊല്ലുമ്പോഴും എന്താണെന്ന് അതാണ് നമ്മൾ ആദ്യഘട്ടത്തിലെ പഠനം. ഒന്ന് ചൊല്ലാൻ പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇതിന്റെ സൂക്ഷ്മാർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ ഇതുവരെ പഠിച്ച നാമങ്ങളെ നമുക്കൊന്ന് ആദ്യം ഒന്ന് ചൊല്ലാം. അപ്പൊ നിങ്ങൾ ഓഡിയോ ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ഓഡിയോ ഓൺ ആക്കി വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓഡിയോ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പുസ്തകം എടുത്തു വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുക്കണം. ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ഒരു പെൻസിലോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഓരോ വരികൾ ചൊല്ലുമ്പോഴും അതിൽ കൂടി ഇങ്ങനെ ഓടിച്ചു പഠിക്കണം. ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. നിങ്ങൾ ഈ അന്ധരായിട്ടുള്ള ആൾക്കാര് ബ്രെയിൻ ലിപി പോലെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അവർ വായിക്കാറുണ്ട്, അല്ലെ? അവരെന്തുപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്? സ്പർശനമാണ്. 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്: കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. അപ്പൊ ചിലർക്ക് കണ്ണിന് കാഴ്ചയില്ല. അവരെന്ത് ചെയ്യും? സ്പർശനം, അവരുടെ വിരൽ തുമ്പ് വെച്ചിട്ട് ഇതും നമ്മളുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ നമുക്ക് കൂട്ടാനും ഈ സ്പർശനവും ഒരു അറിവാണ്. നമ്മളിങ്ങനെ നമ്മളുടെ ചൂണ്ടുവിരൽ വെച്ചോ അല്ലെങ്കിൽ നടുവിരൽ വെച്ചോ ഇങ്ങനെ ഓടിച്ച് ആദ്യമായിട്ട് പഠിക്കുന്നവർ ഇങ്ങനെ നോക്കി വായിച്ചു പോകണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ വളരെ സ്ലോ ആയിട്ടാണ് ചൊല്ലുന്നത്. ഓരോ ഭാഗങ്ങളും എടുത്തെടുത്താണ് നമ്മൾ ചൊല്ലുന്നത്. അതായത് പുതുതായിട്ടുള്ളവർക്ക് അതൊന്ന് പദഘടന ചൊല്ലുന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിൽ ചൊല്ലുന്ന സമയത്ത് നേരത്തെയൊക്കെ ചൊല്ലുന്നവർ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് നന്നായിട്ട് ചൊല്ലാൻ അറിയുന്നവര് സന്ധ്യയ്ക്കോ രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയമോ അല്ലെങ്കിൽ വൈകിട്ട്
ഒരു 6 മണി മുതൽ സൂര്യാസ്തമയത്തിന് ശേഷം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയമൊക്കെ വീട്ടിൽ ദീപം വച്ചിട്ട് നിങ്ങളത് ചൊല്ലണം. ദീപം ആണ് നാം ചൊല്ലുന്ന, നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ദീപമുണ്ട് അല്ലെ. നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള നമ്മളുടെ ഷോഡശ സംസ്കാരങ്ങളും നമ്മൾ പറയും. ഇതിനെപ്പറ്റി വിശദമായി നമ്മൾ പഠിക്കും. ഒരു കുട്ടി ജനിച്ചാൽ അവന്റെ നൂൽകെട്ടിന്, പേരിടീലിന്, വിദ്യാരംഭത്തിന്, നിങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ഒക്കെ അഗ്നിസാക്ഷിയായിട്ടാണ് ചൊല്ലുക. ഇനി നമ്മൾ മരിക്കുമ്പോഴോ, അപ്പോഴും നമ്മളുടെ തലയ്ക്കൽ ഒരു ദീപം കാണും അല്ലെ. നാം ചെയ്യുന്ന മന്ത്രങ്ങളുടെ, ഉപാസനയുടെ, ആചാരങ്ങളുടെ ശക്തി ചൈതന്യത്തെ അതാത് ദേവതകളിലേക്ക്, എന്തിലേക്കാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നയിക്കുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മധ്യമ മാർഗമായിട്ട് നിൽക്കുന്നത് അഗ്നിയാണ്. അപ്പൊ അഗ്നി പ്രതീകമായി മന്ത്രങ്ങൾ ജപിച്ചാലും, അതായത് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് മന്ത്രങ്ങൾ ജപിച്ചാലും, അതേപോലെ സഹസ്രനാമം ചൊല്ലിയാലും അതിന്റെ പവർ കൂടും. ഒരാൾ ചോദിച്ച പോലെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചൊല്ലാൻ തോന്നുന്നു, ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ, ഒരു കുഴപ്പമില്ല. യാത്രയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തോന്നിക്കോളൂ, ചൊല്ലിക്കോളൂ, വളരെ നല്ലതാണ്. പക്ഷെ ഒരു നേരമെങ്കിലും വിളക്ക് വെച്ചിട്ട് ചെയ്യുന്നത് വളരെ പവർഫുള്ളാണ്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം. ചൊവ്വയോ വെള്ളിയോ ഉത്തമം. 2 നേരവും ചെയ്യാം, അല്ല 2 ദിവസം ചെയ്യാം, ചൊവ്വ വെള്ളി. ഇല്ലെങ്കിൽ മാസത്തില് ഇഷ്ടമുള്ളൂ, മാസത്തിൽ ഒരിക്കലെങ്കിലും ലളിതാ സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചൊല്ലുന്നത് നല്ലതാണ്. ഓക്കെ, അതിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചൊല്ലി തുടങ്ങാം അല്ലെ. ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രമാലാ മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാം. ധ്യാനം. സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമ പത്മാംബരാംഗീം സർവാലംകാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസി ദക്ഷണാം സശരജാപപാശാങ്കുശാം അശേഷജനമോഹിനീ അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഇതാണ് ധ്യാന ശ്ലോകം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയൊക്കെ വിശദമായിട്ട് ചൊല്ലണമെന്നും അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ പാഠഭേദങ്ങൾ പറഞ്ഞിരുന്നു. ചില സ്ഥലങ്ങളിൽ അരുണമാല്യ ഭൂഷോജ്വലാം എന്നും ചിലയിടത്ത് ഭൂഷാംബരാം എന്നാണ്, തെറ്റല്ല. അതേപോലെ അഹമിത്യേവ വിഭാവയെ മഹേഷീം എന്ന് ചില പുസ്തകങ്ങളിൽ കാണാം, ചിലതിൽ ഭവാനി എന്നും കാണാം. അതൊന്നും തെറ്റല്ല, അതൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് സാമാന്യമായിട്ട് നമ്മൾ ചൊല്ലിപ്പോകുക. ഒരു മീഡിയം സ്പീഡിൽ ചൊല്ലുക. എന്താണ് ചൊല്ലുന്നതെന്ന് വ്യക്തമാകണം. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഓരോ അക്ഷരങ്ങളും വ്യക്തമാകണം, നമ്മൾ മനസ്സിൽ കാണണം. അതിന്റെ അർത്ഥചിന്തനം മനസ്സിൽ വന്ന് ചെയ്താൽ നല്ലത്. ഇനി നമ്മൾ സഹസ്രനാമ ജപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരംഭിക്കും. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുഃ സമന്വിത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കച കുരുവിന്ദമണിശ്രേണി കനൽ കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാച അളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക
വദനസ്മരമാംഗല്യ ഗൃഹതോരണചില്ലിക വക്ത്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഫലോചന നവചമ്പകപുഷ്പാഭ നാസാദണ്ഡവിരാജിത താരാകാന്തിതിരസ്കാരി നാസാഭരണഭാസുര കദംബമഞ്ജരീ ക്ലുപ്ത കർണപൂരമനോഹര താടം ഗയുഗളീഭൂത തപനോഢുപമണ്ഡല പത്മരാഗശിലാദർശ പരിപാവികപോലഭൂ നവവിദ്രുമബിംബ ശിന്യകാരിരതനശ്ചതാ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോത സമാകർഷദിഗന്ധര നിജസല്ലാപമാധുര്യ വിനിർഭത്സിതകശ്ചപി മന്ദസ്മിത പ്രഭാപൂര മജ്ജത്കാമേശമാനസ അനാഗലിത സാദൃശ്യ ചിബുകശ്രീവിരാജിത കാമേശബന്ധമാംഗല്യ സൂത്രശോഭിതഗന്ധര കനകാംഗതകേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്ത കലോലമുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനി നാഭ്യാലവാല രോമാളി ലതാഫലകുജദ്വയി ലക്ഷരോമലതാധാര താസമുന്നേയ മധ്യമ സ്തനഭാരദളന്മധ്യ പട്ടബന്ധവലിത്രയാം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വൽക്കടീതടീ രത്നകിങ്കിണികാരമ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദവൂരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഘിക ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠ ജയിഷ്ണുപ്രപദാന്വിത നഗദീധിതി സംജന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യസേവധി സർവാരുണ അനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരംഗസ്ത ശിവാസ്വാതീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ത ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപൽമാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവതോദ്യുക്ത ശക്തിസേനാ സമന്വിത സംബൽക്കരീ സമാരൂഢ സിന്ദുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധപരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വഹ്നി പ്രാകാരമധ്യഗ ഭണ്ഡസൈന്യവതോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവതോദ്യുക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധതോഷിത
വിശുക്രപ്രാണഹരണ വാരാഹി വീരനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീന ഹോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർധക്താസുരസൈനിക കാമേശ്വരാസ്ത്ര നിർധക്ത സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോവേന്ദ്രമഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംധക്ത കാമസഞ്ജീവനൌഷധി ശ്രീമദ് വാഗ്ഭവകൂട്ടൈക സ്വരൂപമുഖപങ്കജ കണ്ഠാദകടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂട്ടൈകതാപന്ന ഖഡ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മികാമൂല കൂടത്രയകളേബര കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുളയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്ധരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംഭുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തുതനീയസി. ഇത്രയും നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എടുത്തെടുത്ത് ഓരോന്നും ഞാൻ എടുത്തെടുത്ത് ചൊല്ലിയത്. നമ്മൾ അനുഷ്ടുപ്പ് ഇതിൽ ചൊല്ലുന്ന സമയത്ത് കുറച്ചുകൂടി വേഗത്തിലും അക്ഷരവിന്യാസങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാകും. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു ഗോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. അങ്ങനെ പോകും. പിന്നെ അത് തന്നെ കുറച്ച് നീട്ടി ചൊല്ലാനുണ്ട്. ഇപ്പൊ വെൺമണി തിരുമേനിയൊക്കെ ചൊല്ലുന്ന സമയത്ത് കുറച്ച് നീട്ടിയിട്ടാണ് ചൊല്ലുക. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി അങ്ങനെ ചൊല്ലിപ്പോവും. ഇനി അർച്ചനാ മന്ത്രം എന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി വേഗത്തിലാണ്. അമ്പലത്തിൽ ശാന്തി തിരുമേനിയൊക്കെ ചൊല്ലുന്ന സമയത്ത് കുറച്ചുകൂടി വേഗത്തിലാണ്. കാരണം ഇത്രയും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ അർച്ചനയൊക്കെ തീർക്കാൻ പാടാണ്. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭാജുർഭാവസ്സമന്വിതാരാഗസ്വരൂപവാശാഢ്യാക്രോധാകാരാങ്കുശോജ്വല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചൊല്ലി പഠിക്കേണ്ടത്? ആദ്യം ഘട്ടമായിട്ട് പഠിക്കുന്നവര് സ്പഷ്ടമായിട്ട് ചൊല്ലണം. അനുഷ്ഠിപ്പിലൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് ചൊല്ലുന്നതെന്ന് അറിയണം. എന്തൊക്കെ അക്ഷരങ്ങളാണെന്ന് നമ്മൾ അറിയണം. ആ അക്ഷരങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. വാക്കുകൾ ചേരുമ്പോഴുള്ള പദഘടന, ആ വാചകത്തിന്റെ ഘടന, ആ നാമത്തിന്റെ ഘടന, ആ സ്തോത്രത്തിന്റെ ഘടന, വരികളുടെ ഘടന എന്താണെന്ന് വ്യക്തമായ ധാരണയോടെ ചൊല്ലണം. എന്താണ് ചൊല്ലുന്നത് എന്ന് അറിയാതെ നമ്മൾ ചൊല്ലിയിട്ട് കാര്യമില്ല. അർത്ഥസ്മരണയോടെ ചെയ്യണം എന്ന് പറയും. ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുന്ന സമയത്ത് പറയാറുണ്ട്, അർത്ഥം എന്താണ് ഞാൻ ചൊല്ലുന്ന ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് അറിഞ്ഞു ചൊല്ലുക എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും നാമങ്ങൾ നിങ്ങൾ പഠിച്ചു പോയാൽ, അതിന്റെ സാമാന്യാർത്ഥം എഴുതി വെച്ച് പോയാൽ, അത് റിവിഷൻ ചെയ്ത് വായിച്ചു പോയാൽ നിങ്ങൾ ചൊല്ലുമ്പോൾ ഇത് വരും അല്ലെ. എവിടെ ദേവിയുടെ ഇപ്പൊ ഒരാള് നമ്മൾ ഇനി ഒരു പ്രശ്നോത്തരി കൂടി നടത്തുന്നുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, ദേവിയുടെ വീട്ടഡ്രസ്സിനെ പറ്റി പറയുന്ന നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് തെളിയണം അല്ലെ. നമ്മൾ അതിൻ്റെ അകത്തൊരു നാമം നമ്മൾ പഠിച്ചു, ദേവിയുടെ വീട്ടുപേര് എന്താണെന്നും അല്ലെ, ശ്രീമൻ നഗരത്തിലാണമ്മ താമസിക്കുന്നതെന്നും പിന്നെ ചിന്താമണിയാകുന്ന ഗൃഹത്തിലാണമ്മ താമസിക്കുന്നതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ശ്രീമൻ നഗര നായിക, ചിന്താമണി ഭ്രാന്തസ്ഥ, പഞ്ചബ്രഹ്മാസനസ്ഥിത. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇനി ദേവിയുടെ സൈന്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മനസ്സിൽ വരണം. സമ്പൽക്കരി സമാരൂഢ സിദ്ധുരവ്രത സേവിത അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടി കോടി ഭിരാവൃത
ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഹേ ചക്രധാരൂഢ. ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരണം. അമ്മ ആരുടെ കൂടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ. ഇത് നമ്മളുടെ, അപ്പൊ ഇത് ചൊല്ലുന്ന സമയത്ത് ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ കൂടി നമുക്കത് കടന്നു പോകണം അല്ലെ. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ദേവിയുടെ ആ ഒരു വർണ്ണനയുണ്ട്. ദേവിയുടെ ഓരോ ഭാഗങ്ങളെയും വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകണം. എന്താണ് നീല ദേവിയുടെ ചിഗുരത്തെ പറ്റി നമ്മൾ പറഞ്ഞു, ദേവിയുടെ തലയെ പറ്റി പറഞ്ഞു, തലമുടിയെ പറ്റി പറഞ്ഞു, കിരീടത്തെ പറ്റി പറഞ്ഞു, ദേവിയുടെ അളിക സ്ഥലം ആയിരിക്കുന്ന നെറ്റിത്തടത്തെ പറ്റി നമ്മൾ പറഞ്ഞു, കവിളുകളെ പറ്റി പറഞ്ഞു, മൂക്കിനെ പറ്റി പറഞ്ഞു, ചെവി. അപ്പൊ ഈ നാമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതാണ് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്. മനസ്സിലായില്ലേ? അത് ഏത് മൂലം നാമം മൂലമാണ് നമ്മളത് തുടങ്ങിയിരിക്കുന്നത്? ഒരു ആപാദ ചൂട വർണ്ണന തുടങ്ങുന്ന നാമങ്ങളുണ്ട്. ഇവിടെ മോല് തുടങ്ങും അല്ലെ. ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ കുരുവിന്ദമണി ശ്രേണി കനൽ കോടീരമണ്ഡിത. അപ്പൊ ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ എന്ന് ചൊല്ലുമ്പോ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ അർത്ഥം പഠിച്ചിട്ടുണ്ട്. ഈ അർത്ഥസ്മരണ വരണം. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധിക പൂക്കൾ ചൂടിയ എന്താണ് ലസത് കജ? ലസത് മനോഹരമായ. കച്ച എന്താണ്? കച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മുടി. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത് കജ എന്ന് ചൊല്ലുമ്പോ ദേവിയുടെ മുടി നമ്മളുടെ മനസ്സിലൂടെ കടന്നു വരണം. കുരുവിന്ദമണി ശ്രേണി കനക്കോടീരമണ്ഡിത. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അർത്ഥസ്മരണയോടുകൂടി നമുക്ക് ചൊല്ലണം. അങ്ങനെ ചൊല്ലാൻ കഴിയും. ഇത് പറ്റും. ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് ചൊല്ലുന്നതാണ്, പക്ഷെ എന്താണ് ഇതിന്റെ ഒന്നും അർത്ഥമൊന്നും അറിയുന്നില്ല. ശുദ്ധവിദ്യാങ്കുര. എന്താ ശുദ്ധവിദ്യ? ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീവിദ്യ ആണെന്ന് നമ്മൾ പറഞ്ഞു. പഞ്ചദശാക്ഷരി വിദ്യ, ഒരക്ഷരം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഷോഡശി വിദ്യ. അതിനെയൊക്കെ പറ്റി ഒരുപാട് നമുക്ക് പിന്നീട് അടുത്ത ലെവലിൽ നമ്മൾ പഠിക്കും. ഷോഡശി മന്ത്രം എന്താണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യഘട്ടം നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുവരെ ലളിതാ സഹസ്രനാമം പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇത് സംസ്കൃത ഭാഷയിലാണല്ലോ, ഈ മലയാളിയായി ഞാനിതെങ്ങനെ ചൊല്ലും, മലയാളം മാത്രം അറിയാവുന്ന എനിക്ക് എങ്ങനെ ചൊല്ലാൻ പറ്റുമെന്ന് സന്ദേഹപ്പെട്ട് ഏറെ ആഗ്രഹിക്കുന്നു അമ്മയുടെ നാമം ചൊല്ലാൻ. പക്ഷെ പറ്റുന്നില്ല, ആരും പഠിപ്പിച്ചു തരുന്നില്ല. ഒരുപാട് സഹസ്രനാമങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്, പക്ഷെ അർത്ഥം പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതി വളരെ കുറവാണ്. പഠിപ്പിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന അങ്ങനെയുള്ളവർക്കാണ്. എങ്ങനെ ചൊല്ലണം, അതിന്റെ സാമാന്യ അർത്ഥം എന്താണ്, ഇത് പറയിപ്പിച്ചാണ്, ഇത് പഠിപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. ഇത് തീർന്നു കഴിഞ്ഞ് രണ്ടാം ഘട്ടം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിൽ ഡീപ്പായി അർത്ഥം എന്തൊക്കെയാണെന്ന് വിശദീകരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പഠിച്ച നാമങ്ങൾ. അപ്പൊ അത് നമ്മളൊന്ന് ചൊല്ലി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, ഞായറാഴ്ച മാത്രമേ സംശയ നിവാരണമുള്ളൂ, അത് ഓഡിയോ ആണ്, അപ്പൊ ഒന്ന് കണ്ടൊക്കെ സംശയം ചോദിക്കണമെന്നുണ്ട്. അപ്പൊ കണ്ട് സംശയം ചോദിക്കാൻ നമുക്ക് ഗൂഗിൾ മീറ്റിൽ അതാണ് നമ്മളൊരു ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ സംശയം നിങ്ങൾക്ക് ചോദിക്കാം. സംശയമില്ല, എല്ലാം ക്ലിയർ ആണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം നമ്മൾ സ്വാഗതം ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ചു, ചില ചോദ്യങ്ങൾ വരും, ചിലർ വിമർശിക്കും, ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നവരുണ്ട്. എങ്ങനെ പറഞ്ഞാലും നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആരൊക്കെ വിമർശിച്ചാലും നമ്മൾ അങ്ങനെ പഠിപ്പിക്കും. എന്താണ് പറയൂ, ഓരോരുത്തർ പറയും. മനസ്സിലാകുന്നുണ്ട്? ശരി, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ശനിയോ ഞായറോ ഒക്കെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. ചിലര് പറഞ്ഞ് എന്നും ക്ലാസ് വേണം. എന്നും ക്ലാസ് എടുക്കാൻ നമുക്ക് എന്നും ക്ലാസ് എടുക്കാൻ നമ്മുടെ സമയക്രമം പോലെ. ഇത് മാത്രമല്ല, നമുക്ക് യോഗയുടെ ക്ലാസ്സുകളുണ്ട്, കുണ്ഡലിനി ക്രിയയുടെ ക്ലാസ്സുകളുണ്ട്, തന്ത്രയോഗത്തിന്റെ പഠനമുണ്ട്, മറ്റു ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും കൂടി സമയം നമ്മൾ നഷ്ടപ്പെട്ടു. കുറെ പേര് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ലളിതാ. അപ്പൊ ഇത് തുടങ്ങിയ വഴി അടുത്ത ആളൊരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഭഗവത്ഗീത എന്ന് പഠിപ്പിച്ചു തരണം. ഈ യുഗത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞത് ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിക്കണം, ദേവീ മഹാത്മ്യത്തിന്റെ ക്ലാസ്സുകൾ വേണം. ഇതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ സമയവും കാലവും ഒക്കെ അനുകൂലമായിട്ട് വന്നാൽ നമുക്ക് ആലോചിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം എടുത്ത സാധനം തീർത്തിട്ട്
നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ലളിതാ സഹസ്രനാമം അല്ലേ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഏതാണ്ട് ഒരു 100 ദിവസത്തെ ക്ലാസ് വേണ്ടി വരും തീർക്കാൻ. ഇപ്പൊ ഒരു 12 ക്ലാസ് അല്ലേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. 100 ക്ലാസ്സുകൾ കൊണ്ട് ഏകദേശം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സാമാന്യ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ചൊല്ലാൻ പറ്റും. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? സമ്പൽക്കരി ദേവി എന്ന് പറയാമോ? സമ്പൽക്കരി ദേവിയുടെ പരിചാരകന്മാരായിട്ട് പറയുന്നത് സമ്പൽക്കരി ദേവിമാരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? ആ ക്ലാസ് കേട്ടിരുന്നോ? ജസ്റ്റ് കേട്ട്, എങ്കിലും അതിന്റെ ഒരു അഷ്ടലക്ഷ്മിമാരെ കുറിച്ചാണോ പറയുന്നത്? നമുക്കത് അതെന്താന്ന് വെച്ചാല്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിന് ഓരോന്നിനും സാമാന്യമായിട്ടുള്ള അർത്ഥമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ചൊല്ലി നമ്മൾ പഠിച്ചു വന്ന ഒരു ഭാഗമുണ്ട് അല്ലെ, ഓം അസ്യശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാർഷയ അനുഷ്ഠുപ് ഛന്ദ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വന്നു. ഇതില് ഈ വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറ്റി നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ചൊല്ലിപ്പോയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ പോലെ ഇപ്പോഴാണ് അറിയുന്നത് വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറഞ്ഞാൽ. വശിനി, കാമേശി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശി, കൗളിനി തുടങ്ങിയിരിക്കുന്ന പേരാണ് അല്ലെ. എന്നതുപോലെ നമ്മൾ സമ്പൽക്കരി സമാരൂഢ സിന്ദുര വ്രജസേവിത ലളിതാ സഹസ്രനാമത്തിൽ ഇത് ബാഹ്യാർത്ഥമാണ്. സമ്പൽക്കരി സമാരൂഢ സിന്ദുര, ഇതിന് ഓരോന്നിനെയും പറ്റി പറയാനുണ്ട്. സമ്പൽക്കരി ആരാണ്? ഈ ആനപ്പടയായിട്ട് എന്തുകൊണ്ട് ആനപ്പടയായിട്ട് വരുന്നു? ആനപ്പട എന്തുകൊണ്ടാണ് സമ്പൽക്കരിയുമായിട്ട് കണക്ട് ചെയ്തത്? അശ്വാരൂഢാധിഷ്ഠിത, എന്തുകൊണ്ടാണ് ദേവിയെ, ആ ദേവിക്ക് ഈ കുതിരപ്പട എന്തുകൊണ്ടോ, ഇതിനെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കണം. ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും, ഞാൻ പറഞ്ഞത് ഇതിൽ പറയുന്ന ഓരോ നാമങ്ങൾക്കും യൗകികവും താന്ത്രികവും മാന്ത്രികവുമായിട്ടുള്ള അർത്ഥമുണ്ട്. നമ്മൾ ശ്രീവിദ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ നാമങ്ങളും ശ്രീചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദേവിയുടെ ആനപ്പടയെ, ലളിതാദേവിയുടെ സിന്ദുരവ്രജം, ആനപ്പടയെ നിയന്ത്രിക്കുന്ന, അതിന്റെ നായികയായിരിക്കുന്ന ഒരു ദേവിയുണ്ട്, ഒരു സ്ത്രീ ശക്തിയുണ്ട്. ആ ശക്തിയെ വിളിച്ച പേര് സമ്പൽക്കരി ദേവി എന്നുള്ളതാണ് എന്ന് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുക. അതിനെപ്പറ്റി പറയാൻ പോയാൽ അഷ്ടലക്ഷ്മിമാരെയും മറ്റും അതും ഇതുമൊക്കെ നമ്മൾ പറയണം കേട്ടോ. നമുക്കത് അടുത്ത ഘട്ടത്തിൽ വളരെ വിശദമായിട്ട് ഓരോന്നും നമുക്ക് പറയാം, വിശദമായ വ്യാഖ്യാനം. ശരി, മറ്റെന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് കാര്യം ക്ലാസ്സുകളൊക്കെ മനസ്സിലാവും. ക്ലാസ്സുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ? ചിലർ പറഞ്ഞു കുറച്ചുകൂടി നാമങ്ങൾ കൂടുതൽ എടുക്കണം, 10 പോരാ, ഒരു 10-30 നാമം ഒരു ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. എന്താ നിങ്ങളുടെ അഭിപ്രായം? 30 നാമം എടുക്കണം? ഇങ്ങനെ പോയാലാണ് ഗുരുജി മനസ്സിലാക്കി പോവാൻ പറ്റുള്ളൂ. അതെ, കണ്ടവാന സ്പീഡിൽ പോയാ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. വിശദീകരിച്ചു പോയെന്നത് തന്നെ നല്ലത്. അതെ, ഇപ്പൊ നല്ല വ്യക്തമായിട്ട് നമുക്ക് എല്ലാം തന്നെ നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴൊക്കെ അതൊന്നുകൂടെ മനസ്സിലാകില്ലേ. ഓക്കെ, ശരി. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് ക്ലാസ് പോവുക. എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. എന്താ നിങ്ങൾ എത്ര ദിവസം ക്ലാസ്? 3 ദിവസം. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഇപ്പൊ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇപ്പം ഒരു ഫോൺ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും അതില് നമ്മൾ വിട്ട് വേറെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അത് വീണ്ടും ആദ്യം മുതലേ ആവർത്തിച്ച് ചൊല്ലണമെന്നുണ്ടോ? അങ്ങനെ പരമാവധി നമ്മൾ ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുന്ന സമയത്ത് ഈ ഫോണൊക്കെ സൈലന്റ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഫോൺ നമ്മൾ റിങ് ചെയ്യാനായിട്ട് സൗണ്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അടിക്കും, നമ്മുടെ കോൺസെൻട്രേഷൻ പോകുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതൊരു മന്ത്രവിന്യാസമാണ്. അതായത് നമ്മൾ പറയാറില്ലേ, ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ എന്ന പോലെ ഒരു പ്രത്യേക രീതിയിൽ, ഞാൻ പറഞ്ഞ യൗകിക, താന്ത്രിക, മാന്ത്രിക, യാന്ത്രിക രീതിയിൽ ചിട്ടപ്പെടുത്തി വെച്ചതാണ് ആ നാമങ്ങൾ. അപ്പൊ ഒരു മുത്തുമണിയുടെ ഒരു സ്ഥലം പൊട്ടിപ്പോയാൽ എന്ത് പറ്റും? മറ്റെല്ലാം പോകും എന്ന് കരുതി. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു കുഞ്ഞാണുള്ളത്, കുട്ടി ജനിച്ചിട്ട് ഒരു മാസം 1.5 മാസേ കുഞ്ഞിനായിട്ടുള്ളൂ. അപ്പോ ഇതേ സംശയം അതിന്റെ വേറൊരു കാര്യത്തിൽ ചോദിച്ചാ, അമ്മ വൈകിട്ട് കുഞ്ഞിനെ വേറെ അമ്മമ്മയുടെ കയ്യിലാക്കിയിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ഏറെ ആഗ്രഹം, ഒരിക്കലും മുടക്കാത്തതാണ്. ഈ പ്രസവമൊക്കെ ആയതുകൊണ്ട് തൽക്കാലം അവിടെയും ബൈഹാർട്ടായിട്ട് ചൊല്ലുമായിരുന്നു.
അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ 28 നൂലുകെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോ ലളിതാ സഹസ്രനാമം ആദ്യമായിട്ട് ചൊല്ലാനിരുന്നു. അപ്പൊ കുഞ്ഞ് ഉറങ്ങുകയാണ്, വൈകിട്ടാണ്, വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അമ്മുമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് സഹസ്രനാമം ചൊല്ലാനിരുന്നു. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ചൊല്ലിച്ച് പകുതിയായപ്പോ കൊച്ചെഴുന്നേറ്റു. കൊച്ചെഴുന്നേറ്റ് എന്ത് തുടങ്ങി? കരയാൻ തുടങ്ങി. കാരണം ഒന്നര മാസമായിട്ടുള്ളൂ കുഞ്ഞിന്. അപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ആപദ്ധർമ്മം എന്ന് പറയും. ഈ ശ്രീ ലളിതാംബിക എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള പവറാണ്, അതീവ ശക്തയാണമ്മ. നമ്മളുടെ ഓരോ സ്പന്ദനങ്ങളും അറിയാൻ സാധിക്കുന്ന ദേവിയാണ്. അപ്പൊ ദേവിക്ക് നമ്മളവിടെ കൊച്ചവിടെ കിടന്ന് കരയട്ടെ, ഞാനത് തീർത്തിട്ട് അവിടെ അമ്മ എന്ത് ചെയ്യണം? ഞാൻ പറയാം. അപ്പൊ അത് എന്നോട് ചോദിക്കാനുള്ള കാരണം അത് തെറ്റാണോ? ഞാൻ ആദ്യം കുറെ നാളുകൾക്ക് ശേഷം ചൊല്ലിയതാണ്. തെറ്റല്ല. അവിടെ ആ കുഞ്ഞ് കരഞ്ഞത് അതിന് തന്നെ പോയി പാലെടുത്ത് കുടിക്കാനുള്ള ശേഷിയൊന്നും ആയിട്ടില്ല, അല്ലേ? നമ്മളും എല്ലാം അങ്ങനെ വന്നു. അവിടെ എന്ത് ചെയ്യണം? അവിടെ നിർത്തിയിട്ട് അമ്മയൊന്ന് നമസ്കരിച്ചിട്ട് പോകണം, കുഞ്ഞിനെ എടുക്കണം, അതിനെ പാല് കൊടുക്കണം, അതിനെ ഉറക്കണം, എന്നിട്ട് വന്ന് ബാക്കി ചെയ്യാൻ മതി. അപ്പൊ ഇടയ്ക്ക് നിർത്തിയിട്ട് പോയാൽ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പരമാവധി നിർത്തിയിട്ട് പോകാതിരിക്കാനുള്ള ഇതിപ്പോ നിങ്ങള് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായിട്ട് കോളിംഗ് ബെൽ അടിക്കും. ഏതെങ്കിലും അത്യാവശ്യക്കാരനായിരിക്കും, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി തുറക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു പക്ഷേ നമുക്ക് അവിടെ നിർത്തിയിട്ട് പോകേണ്ടി വരാം. നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാലുവേദന എടുക്കുന്നു, ഒന്ന് കാല് നീട്ടി വെക്കണം, ഒരു കുഴപ്പമില്ല. കസേരയിൽ ഇരുന്ന് കൊല്ലണം, ഇല്ല. ഇനി നമുക്ക് ആ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി, വല്ലാത്തതാ, ഇല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി, അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് അതൊരു മുടക്കമോ ഒന്നുമല്ല. അതിന് ആദ്യം പോലെ നിങ്ങൾ ചൊല്ലേണ്ടതില്ല. ദേവിയോട് പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യം ഒന്ന് പറഞ്ഞിട്ട് പോകുക, വരുമ്പോഴും ഒന്ന് നമസ്കരിച്ചിട്ട് നമുക്ക് ചെയ്യാം. എങ്കിലും പരമാവധി അതാണ് പറയുക, എല്ലാം ഒരു ആധ്യാത്മിക വിദ്യ പരിശീലിക്കുന്ന ഒരാൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഈ 4 മണി മുതൽ 6 മണിയുള്ള സമയത്തിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ വേറെ വലിയ കാര്യമായിട്ട് ആൾക്കാർ എഴുന്നേക്കില്ല. അവിടെ ഈസി ആയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റും. മനസ്സിലായില്ലേ? ആ സമയത്തൊക്കെയാണ് നമുക്ക് ചൊല്ലാം. ഒരു 20 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് 25 മിനിറ്റ് മാക്സിമം അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും. അതൊരു സാധന പോലെ കൊണ്ടുപോകണം. ഡെയിലി ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. നിങ്ങൾ കുറെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ യാത്രയിലും ഒക്കെ നമ്മൾ ഈ നാമം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ എഴുന്നേറ്റു എന്ന് കരുതി സാധാരണ രീതിയിൽ ചെയ്യുന്നതല്ല. നമ്മൾ ശ്രീവിദ്യ അല്ലെങ്കിൽ താന്ത്രികമോ ഒന്നുമല്ല, ലളിതമായ ഉപാസന. അപ്പൊ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് അറിയാം നമ്മൾ എന്താണ് എഴുന്നേറ്റ് പോകുന്നതെന്ന് നമുക്കറിയാം. ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ഭക്തിയോടെ അമ്മ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം. എല്ലാം അല്ലെ, വിശ്വാസമാണ് എല്ലാം എന്നൊരു തുണിക്കടയുടെ പരസ്യമില്ലേ? സത്യമാണ്. നാളെ കാണാം എന്ന് പറയുമ്പോൾ നാളെ എന്റെ ഹൃദയം ഇടിക്കും, നാളെ രാവിലെ ഞാൻ കൊട്ടലിൽ നിന്ന് എഴുന്നേക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. ചിലപ്പോൾ അന്ധവിശ്വാസമായി പോവാം, അല്ലേ? അപ്പൊ എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ദേവത ഇത് വിശ്വാസം മാത്രമല്ല, അത് റിയൽ ആയിട്ടുള്ള 100% ആയിട്ടുള്ള ശക്തിവിശേഷമാണ് ലളിതാംബിക. വിളിച്ചാൽ നമ്മൾ ഒരു വിളി വിളിച്ചാൽ 100 വിളി കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്പീക്കറൊക്കെ അടിച്ചു പോയിരിക്കുകയാണ്, അമ്മ വിളിക്കുന്നൊന്നും കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതായത് നമ്മളുടെ 6th സെൻസ്, 6ാം ഇന്ദ്രിയം ഉപാസനയിലൂടെ ആക്റ്റീവ് ആകുമ്പോൾ, ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ ദേവത നമ്മളിലേക്ക് അയക്കുന്ന സ്പന്ദനങ്ങൾ, ദേവതയുടെ ശബ്ദങ്ങൾ, നാദങ്ങൾ, അതായത് കുണ്ഡലിനി റൈസ് ആകാൻ തുടങ്ങും. ദശവിധ നാദങ്ങൾ നമുക്ക് കേൾക്കാൻ തുടങ്ങുമെന്നാണ്. ചീവീടുകളുടെ ചിലമ്പൽ, കടലിന്റെ ഇരമ്പൽ, കൂട്ടമണിനാദം, ഓംകാരധ്വനി, ശംഖനാദം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഈ സാധന കഴിഞ്ഞിരിക്കുമ്പോൾ, ഉപാസന കഴിഞ്ഞിരിക്കുമ്പോൾ കേൾക്കാൻ തുടങ്ങും. അതായത് ആസ്ട്രൽ സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ പടിപടിയായി ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ അമ്മ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകും. അതാണ് ഇതിന്റെ ഗുണം. എത്ര വലിയ ദാരിദ്ര്യമുള്ള സ്ഥലമാണെങ്കിലും, എത്ര വലിയ രോഗമുള്ള സ്ഥലമാണെങ്കിലും, എത്ര വലിയ മനസമാധാനക്കേടുള്ള സ്ഥലമാണെങ്കിലും 41 ദിവസം ലളിതാ സഹസ്രനാമം ഒരു സങ്കല്പത്തോടു കൂടി ചെയ്താൽ, എങ്ങനെയാണ് സങ്കല്പം ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഓംകാരം 3 തവണ ചൊല്ലാം, ഇല്ലെങ്കിൽ പഞ്ചാക്ഷരി ഓം നമഃ ശിവായ. എപ്പോഴും കാമേശ്വരാംഗസ്ഥയാണ് ദേവി, അതുകൊണ്ട് മഹാദേവനെ വന്ദിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങുന്നത്. ഒന്നല്ലെങ്കിൽ പഞ്ചാക്ഷരി ഓം നമഃ ശിവായ 3 തവണ ചൊല്ലണം. ഗുരുക്കന്മാരെ വന്ദിക്കണം. ഓം ശ്രീ ഗുരവേ നമ, ഓം ശ്രീ ഗുരവേ നമ ഒരു 3 തവണ ചൊല്ലുക. ഓം ശ്രീ ലളിതാംബികായ നമ ഇതൊരു 3 തവണ ചൊല്ലിയിട്ട് പറയാം, അമ്മ ഞാൻ ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി, ഇന്ന കാര്യത്തിന് വേണ്ടി ഈ സഹസ്രനാമം ചൊല്ലുന്നു, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഭൗതികാഗ്രഹങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉന്നതാർത്ഥത്തിൽ ആത്മീയതാണ് ഏറ്റവും വലുതെങ്കിലും നമുക്ക് ഒരു രക്ഷയില്ല, ഒരു വഴിയില്ല, എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഒന്ന് സങ്കല്പം എടുത്ത് ചെയ്യും, ഞാൻ ഇന്ന സങ്കല്പത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്തു നോക്കൂ. എന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൂടി പോയി അല്പസമയം അവിടെയും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നാമം ജപിക്കൂ. 41 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിനുള്ള വഴികൾ തെളിയും. എന്ന് വെച്ച് നമ്മളൊരു ലോട്ടറി ഡിസംബർ ക്രിസ്മസ് ബമ്പർ എടുത്തു വെച്ചിട്ട് 41 ദിവസം അമ്മേ ലളിതാംബികയെ ബമ്പർ അടിച്ചേക്കണേ എന്നും പറഞ്ഞ് ചെയ്താൽ നടക്കുമെന്ന് ചോദിച്ചാൽ
ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് അമ്മ തരിക. അതാണ് പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയാൽ നമ്മൾ വഴിതെറ്റി പോകും. അപ്പൊ ദേവിക്കറിയാം എന്ത് തരണമെന്ന്. ഒരു കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയുന്ന സമയത്ത് അമ്മ ഒരു കളിപ്പാട്ടം കൊടുക്കും. ചില കുട്ടികൾ കളിപ്പാട്ടം കിട്ടുമ്പോൾ സൈലന്റ് ആവും. ചിലർക്ക് എന്ത് വേണം, അമ്മ വന്നാലേ അവൻ സൈലന്റ് ആവുള്ളൂ, അതുവരെ അലമുറയിട്ട് കരയും. അപ്പൊ നമ്മള് അമ്മയെ ഉപാസിച്ചു പോകുമ്പോൾ അമ്മ പല കാര്യങ്ങളും നമുക്ക് തരും. ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ തരും, നിങ്ങൾ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള ചില കാര്യങ്ങൾ നടത്തും. അമ്മയുമായിട്ട് ഏറ്റവും അധികം ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കുക. ജപിക്കുമ്പോൾ ആ വിളക്കിലെ നാളം, അഗ്നി അമ്മ ലളിതാംബികയാണ്. അമ്മ എന്റെ മുമ്പിലുണ്ട്. ഒരാൾ നമ്മളുടെ മുമ്പിൽ വന്നാൽ എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ അയാളുമായിട്ട് സംസാരിക്കുന്നു എന്നതുപോലെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ കഴിയണം, അല്ലെ? ആ ഒരു ഭാവത്തിൽ, അല്ലെ? ഭക്തി വേണം, വിശ്വാസം വേണം, ശ്രദ്ധ വേണം, സമർപ്പണം വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ഗോഡ്, ദാറ്റ് ഈസ് ഡിവോഷൻ. ഈശ്വരനോടുള്ള ആത്മാർത്ഥമായ, ഒന്നിനും വേണ്ടിയല്ലാതെ നിരുപാധികമായ സ്നേഹത്തിന് വേണ്ടിയുള്ളതാണ് ഉള്ള ആ ഒരു മനോഭാവമാണ് ഭക്തി എന്ന് പറയും. നമ്മുടെ തുളസീദാസിനും ഭക്ത മീരയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന ഭക്തി ഒരു കണ്ടീഷൻ അല്ല. ഗുരുവായൂരപ്പ ഈ കാര്യം നടന്നാൽ 5 പറ പാലിന്റെ പാൽപായസം നടത്തിയേക്കാം, അല്ലെ? തോറ്റാനിക്കരം ഈ കാര്യങ്ങൾ നടന്നാൽ ഇനി ഇത്ര ഗുരുതി നടത്തിയേക്കാം. അതൊരു ഓഫറാണ്. ഇത് തന്നില്ലെങ്കിൽ ദേവി പട്ടിണിയായി പോകുന്ന പോലെയാണ് നമ്മുടെ വിശ്വാസമാണ്. ഒരുപാട് തെറ്റെന്നല്ല, അത് നമ്മളുടെ വിശ്വാസമാണ്. അത് ലൗകികന് തീർച്ചയായിട്ടും അത് വേണം. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ദേവതയോട് പറയും, അത് നടക്കും, ഇല്ല എന്നല്ല, നടക്കും. അപ്പൊ അങ്ങനെ ഭക്തിയുണ്ട്. എന്താണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ? ചെയ്യുന്നത് എന്താണോ അതിൽ പൂർണ്ണമായിട്ട് മുഴുകുക. നിങ്ങൾ വാഗൊണ്ട് ചൊല്ലുന്ന മന്ത്രം ചെവി കൊണ്ട് കേൾക്കണം. ഇതിലേക്ക് വന്ന് ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ഡസംഭൂത ദേവകാര്യ സമുദ്യത. വായിൽ നിന്ന് വാക്കുകൾ, ശബ്ദം വരുന്നുണ്ട്. ഇത് ചെവി കൊണ്ട് നിങ്ങൾ ശ്രവിക്കണം. ശ്രദ്ധ മറ്റൊന്നിലേക്കും പോകാതെ ഒന്നിലേക്ക് മാത്രം. നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ പല സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, അതൊന്നുമല്ല. ബുക്കിലെ അക്ഷരത്തില് മനസ്സിൽ ദേവിയുടെ ആ രൂപം കണ്ടുകൊണ്ട് ജപിക്കണം. വിശ്വാസം, അമ്മയുണ്ട്, ഇത് ഞാൻ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും. ഇത് മോഡേൺ സയൻസ് ആണ്. നമ്മളുടെ മോഡേൺ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ അതാണ്. ഒരു കാര്യം നിങ്ങൾ നേടണമെങ്കിൽ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, പ്രപഞ്ചത്തിന്റെ ആ ഒരു എനർജിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറയും. ഈ ബ്രഹ്മാണ്ടത്തിൽ ഉള്ളതാണ് പിണ്ടാണ്ടമായ നമ്മിലുള്ളത്, നമ്മുടെ അകത്തുള്ളതാണ് ഈ പുറത്തുള്ളത്. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. ഈ പ്രപഞ്ചവും പ്രകൃതിയും യൂണിവേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു കാര്യം നടന്നിരിക്കും എന്ന് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ആവർത്തിച്ചാൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം വേണം. നടന്നിരിക്കും, അമ്മ അനുഗ്രഹിക്കും, എല്ലാം ശരിയാകും. നമ്മൾ എന്തിനെപ്പോഴും നെഗറ്റീവ് ചിന്തിക്കണം? ഒന്നും നടക്കൂല, ഞാൻ വളരില്ല, ഞാൻ ഉയരില്ല, എന്റെ ജീവിതം കട്ടപ്പുകയായി പോയി, അല്ലെ? അങ്ങനെ എന്തിനു നെഗറ്റീവ് ചിന്തിക്കണം? അവിടെ പോസിറ്റീവ് ചിന്തിക്കൂ. നോ എന്ന് പറയുന്നിടത്ത് യെസ്, ഞാൻ നേടും, എനിക്ക് കഴിയും, ഞാൻ വിജയിക്കും, ഞാൻ ഉയരും, ഞാൻ വളരും. ഈ രോഗം ഞാൻ ആരോഗ്യവാനാണ്. നമ്മുടെ കുണ്ഡലിനിക്രിയയിൽ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്, സങ്കല്പക്രിയ എന്ന് പറയും. ഈ നിമിഷത്തിൽ ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനാണ്, ആരോഗ്യവാനാണ്, ആനന്ദവാനാണ്. ഇത് റിപ്പീറ്റ് ചെയ്യണം. അതൊക്കെ സൈക്കോളജിക്കായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഭക്തി വേണം, ശ്രദ്ധ വേണം, വിശ്വാസം വേണം, സമർപ്പണം. എല്ലാം അമ്മയിൽ സമർപ്പിക്കുക. എപ്പോഴും അമ്മയുടെ നാമങ്ങൾ, ഓം ശ്രീ ലളിതാംബികായ നമഃ, അല്ലെങ്കിൽ സിന്ദൂരാർണവ, ഇടയ്ക്കൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ നടക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളോടൊക്കെ കൂടി ചെയ്യുമ്പോഴായിരിക്കും നല്ല രീതിയിൽ നമുക്ക് പുരോഗതി ഉണ്ടാവും. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ക്ലാസ് ഇങ്ങനെയൊക്കെ തന്നെ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഡീപ്പായിട്ടുള്ള അർത്ഥമൊക്കെ അടുത്ത ഘട്ടം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആഴങ്ങളിലേക്ക് പോയി. എന്തായാലും സഭ്യതയാണോ ചോദിച്ചിട്ടുള്ളത്? എന്താണോ സംശയം? ആ ഒരു അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു സാമാന്യ അർത്ഥം എങ്ങനെയാണ്? അതിന്റെ മഹിമ, ലഘിമ, ഗരിമ അത് പറയുന്നത് ഞാനത് ഗ്രൂപ്പിലിടാം. ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതിനെപ്പറ്റി, ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. ഓക്കെ. അണിമ, ഗരിമ, വശിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രകാമ്യ എന്നൊക്കെ പറഞ്ഞ അഷ്ടസിദ്ധികളെ പറ്റി. 8 സിദ്ധികൾ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8. അതായത് ഒരു ഉദാഹരണം പറയാം, വിശദമായി ഞാൻ ആ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. അണിമ, അതായത് അഗസ്ത്യ. നമ്മൾ പലപ്പോഴും ഋഷികളെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ അഗസ്ത്യ മഹർഷി ഈ പെരുവിരലിന്റെ അത്രയും പുള്ളിക്ക് നീളമുള്ളതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു യുക്തിവാദി, ഒരു സംവാദം നടന്ന സമയത്ത് ഒരു യുക്തിവാദി ചോദിച്ചൊരു ചോദ്യമാണ്, അല്ല നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഈ പെരുവിരലിന്റെ അത്രയും നീളമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ
പുള്ളി എങ്ങനെ നടന്നു പോകും? അഗസ്ത്യനെ പറ്റി ചില സ്ഥലങ്ങളിൽ പറയുന്നത് ഈ പെരുവിരലിന്റെ അത്ര പുള്ളിക്ക് പൊക്കമുള്ളൂ അല്ലെ. കുംഭസംഭവൻ അഗസ്ത്യൻ ഇത്രയേ ഉള്ളൂ ആളെന്നാണ്. അപ്പൊ ഒരു യുക്തിവാദി ചോദിച്ചാണ്, ഇങ്ങേരു റോട്ടിൽ കൂടി നടന്നു പോയാൽ ഒരു വണ്ടി ഓടുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ നടക്കുമ്പോൾ പുള്ളി ചവിട്ടി പുള്ളി പോകില്ലേ? ഇതാണ് നമ്മളുടെ ഭാരതീയ തത്വശാസ്ത്രത്തെ പറ്റി, നമ്മളുടെ വേദങ്ങളെ പറ്റി, ഉപനിഷത്തുക്കളെ പറ്റി സാമാന്യ അർത്ഥത്തിലല്ലേ. ഇപ്പൊ നമ്മൾ ലളിതാ സഹസ്രനാമം ഔട്ടറായിട്ടാണ് പഠിക്കുക, ആഴങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. സാമാന്യ അർത്ഥമാണ്. ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ അർത്ഥമൊക്കെയാണ് പഠിച്ചു പോകുന്നത്. ആ യുദ്ധം പിന്നീട് ഉള്ളിലാണെന്നും ഈ കാമക്രോധ ലോഭ മതമത്സാരീയതികളാകുന്നതെന്നും ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് അതിന്റെ പ്രതീകമാണെന്നും എന്നൊക്കെ പറഞ്ഞു അടുത്ത വ്യാഖ്യാനമുണ്ട്. അതൊക്കെ അടുത്തതിൽ നമുക്ക് പഠിക്കാം. അപ്പോ ഇവിടെ അഗസ്ത്യന്റെ സിദ്ധിയെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഒരു പെരുവിരലിന്റെ അത്രയും തന്റെ ശരീരത്തെ ചെറുതാക്കാനുള്ള കഴിവ്, അണിമ, ഗരിമ എന്ന് പറയുന്നു. പർവ്വതാകാരമായ ശരീരത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ, വളർത്തിക്കൊണ്ടുപോകാനുള്ള കഴിവ്, പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ്, അപ്രത്യക്ഷനാകാനുള്ള കഴിവ്. ഇപ്പൊ ഇന്ന് മോഡേൺ സയൻസിന്റെ ഇതിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. വാം ഹോൾസ് എന്നൊക്കെ പറയും. ഈ ആദിശങ്കരനൊക്കെ സഞ്ചരിച്ചിരുന്നത്, അല്ലെങ്കിൽ പല യോഗികളും ഇന്ന് അരുണാചലത്തിലും ഹിമാലയത്തിന്റെ പല സ്ഥലങ്ങളിലും ഒക്കെ യോഗികൾ സഞ്ചരിക്കുന്ന മെത്തേഡ് ഇതാണ്, വാം ഹോൾ എന്ന് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പറയാം. അതായത് പ്രകാശത്തിലൂടെ അവർ സഞ്ചരിക്കും. ഇതൊക്കെ വെറുതെ പറഞ്ഞാൽ അന്ധവിശ്വാസമാണെന്ന് പറയും. അങ്ങനെ കുറെ മെത്തേഡുകളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പനിമ ഗരിമ ലിഹിമ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ. അപ്പൊ അഗസ്ത്യൻ ഇത്തരമുള്ള കഴിവുണ്ട്. അഷ്ടസിദ്ധി ആർജിച്ചതാണ് അഗസ്ത്യൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ദുർവാസാവ്, ഇവരൊക്കെ അഷ്ടസിദ്ധികളും ഇനി അതിനപ്പുറം 108 സിദ്ധികളും ഒക്കെ ഉണ്ട്. അതിനെ പറ്റി നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയും. ഓക്കെ, ശരി. മറ്റു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാഠഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു സംശയങ്ങൾ എന്തെങ്കിലും? ഏകദേശം ഒരു ചെറിയൊരു ചോദിച്ചോട്ടെ. ചോദിക്കൂ ഗോപു. ഞാൻ മിഡിലാണ് കയറിയത്, അതുകൊണ്ട് ഇത് പറഞ്ഞോ എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മള് ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഛന്ദസ് എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ജപിക്കുമ്പോൾ ഈ ഛന്ദസ് എന്ന് പറയുന്ന എപ്പോഴും ഇത് പറയണോ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? ഏതാണ് ഛന്ദസ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? നമ്മൾ ഛന്ദസ് എന്ന് പറയുന്നത് അത് ചൊല്ലുന്ന ഒരു മീറ്റർ ആണ് പൊതുവെ. നമ്മള് ഇപ്പോ മേളകർത്താൻ രാഗങ്ങളെയൊക്കെ പറ്റി നമ്മൾ പറയാറില്ല. ഇപ്പൊ ഓരോ പാട്ട് പാടുമ്പോൾ സംഗീതത്തില് മായ, മാളവ, ഗൗളം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഗമുണ്ട്. ആ രാഗത്തിൽ നമ്മൾ പാട്ട് പാടാറുണ്ട്. അങ്ങനെ മലയമാരുതം, പല രാഗങ്ങളുണ്ട്. എന്നതുപോലെ ഛന്ദസ് എന്ന് പറയുമ്പോൾ വേദം ചൊല്ലുമ്പോഴും ഈ സ്തോത്രങ്ങളിലെ അനുഷ്ടുപ്പോ തൃഷ്ടുപ്പൊക്കെയാണ് പൊതുവെ വരിക. ഈ വേദങ്ങളിലെ ഛന്ദസ്സുകൾക്ക് ആ ചൊല്ലുന്ന രീതിക്ക് മാറ്റങ്ങളുണ്ട്. ഇപ്പോ രുദ്രമൊക്കെ ചൊല്ലുന്ന സമയത്ത് ഓം നമസ്തേ രുദ്രമന്യവൗതോ ദൈഷവേ നമഃ നമസ്തേ അസ്തുധന്വനേ ബാഹുഭ്യാമുദതേന. അതായത് അത് ചൊല്ലുന്നതിനൊരു മീറ്റർ ഉണ്ട്, ഒരു രാഗമുണ്ട്. അപ്പൊ ഛന്ദസ് എന്നിവിടെ പറയുന്നത് നമ്മൾ അനുഷ്ടുപ്പാണ്. അതായത് 8 അക്ഷര വിന്യാസം. ആദ്യത്തെ ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടാൽ മനസ്സിലാകും. 8 അക്ഷര വിന്യാസത്തിലാകും. അപ്പൊ അത് അങ്ങനെ ഏകദേശം നമ്മൾ ആദ്യം ചൊല്ലുമ്പോൾ അതുമായിട്ട് ചേർന്ന് വരണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ ഓം ശ്രീമാത, നമ്മളുടെ തോന്നുന്ന രാഗത്തിൽ നമുക്കത് ചൊല്ലാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചൊല്ലുന്നതിന് ഏകദേശം ഈ ഒരു 8 അക്ഷര വിന്യാസവുമായി ബന്ധപ്പെടുത്തി അത് ചൊല്ലണം എന്നാണ്. ഓം ശ്രീ മാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിശദമായി അതിനെപ്പറ്റി നമ്മൾ പഠിക്കും, എങ്ങനെയാണ് ഈ 8 അക്ഷര വിന്യാസം. ഇപ്പൊ അതിനെയൊക്കെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഛന്ദസ് എന്ന് പറഞ്ഞാൽ ചൊല്ലുന്ന ആ ഒരു രാഗം, ആ ഒരു രീതി എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ സത്യം പറഞ്ഞാല് അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ ചോദ്യം ഇതായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ജപിക്കുമ്പോഴും എല്ലാ സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഋഷി ആരാന്ന് പറയുന്നു, ഛന്ദസ് ആരാന്ന് പറയുന്നു. അത് എല്ലാത്തിനും നമ്മളത് എന്തിനാ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ പറയണോ? ആ പറയണമെങ്കിൽ എന്താണ് അതിന്റെ ഒരു ടെക്നിക്കൽ വശം? അങ്ങനെ ഒരു വിധിയുണ്ട്. അതായത് ഇതേ ലളിതാ സഹസ്രനാമം തന്നെ നമ്മള് താന്ത്രികമായ രീതിയിൽ ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി നമ്മൾ ചൊല്ലുന്ന സമയത്ത് മറ്റേ ഋഷി, ദേവത, ഛന്ദസ് എന്നൊക്കെ പറഞ്ഞ ചില മുദ്രകളോട് കൂടിയിട്ടൊക്കെ നമ്മൾ അത് ചെയ്യും. ആ രീതിയിൽ നമ്മൾ കരന്യാസം, അംഗന്യാസം പോലെയുള്ള ചില ന്യസിക്കലുണ്ട്. സ്പർശനം, സ്പർശനാണ് ന്യസിക്കുക എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, തൊടുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ തൊട്ടിട്ട് ചെയ്യും. അത് ഈ ഘട്ടത്തിൽ വേണമെന്നില്ല. മനസ്സിലായില്ലേ?
അത് കരന്യാസങ്ങളുണ്ട്, അംഗന്യാസങ്ങളുണ്ട്, പല വിധത്തിലുള്ള ന്യാസങ്ങളുണ്ട് താന്ത്രിക ഇതിലേക്ക് വരുമ്പോൾ. ഇപ്പൊ നമ്മൾ നോർമലി ചൊല്ലുന്ന ഒരാൾ അങ്ങനെ പറയണമെന്നില്ല. അതിൽ ഇപ്പോ തന്നെ ഇപ്പോ നമ്മൾ ചൊല്ലുന്നതിൽ തന്നെ ഓമസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രത്തിൽ ലളിതാ സഹസ്രനാമം എന്ന സ്തോത്രമാണ് ഞാൻ ചൊല്ലാൻ പോകുന്നതെന്നും, അല്ലെ, വശിന്യാദി വാഗ്ദേവതകളാണ് അതിന്റെ ഋഷികകൾ എന്നും, പിന്നെ അനുഷ്ടുപ്പ് എന്ന് വിളിക്കുന്ന ഛന്ദസ്സിലാണ് ഞാൻ ചൊല്ലാൻ പോകുന്നതെന്നും, ലളിതാ പരമേശ്വരിയാണ് ദേവത എന്നും അവിടെ അത് സങ്കല്പമാണ്. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, അത് എഴുതിയത് ആരാണ്, ആരെക്കുറിച്ചാണ് പറയുന്നത്, അത് ചൊല്ലുന്ന ഏത് മീറ്ററിലാണ്, അത് നമ്മൾ ആദ്യം പറയുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ന്യസിക്കുന്നില്ല, ന്യസിച്ചിട്ടല്ല നമ്മളിപ്പോ ചെയ്യുന്നത്. അതൊക്കെ താന്ത്രിക ഇതിലേക്കൊക്കെ അടുത്ത ലെവലിലൊക്കെ പോകുമ്പോൾ നമ്മളത് പഠിച്ചാൽ മതി. ഓക്കെ, അത് വെറുതെ അങ്ങനെ തൊട്ടിട്ടൊന്നും കാര്യമില്ല, അതിനൊക്കെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ശരി. മറ്റെന്തെങ്കിലും സംശയം? അപ്പൊ നമ്മള് നിലവിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കഴിഞ്ഞ 12 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എത്ര നാമങ്ങൾ കംപ്ലീറ്റ് ആയി? ഇപ്പോ കുണ്ടലിനി വിശതന്തു തനീയ ശ്രീ 111 നാമങ്ങള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളതൊന്ന് ചൊല്ലി എങ്ങനെയാണ് ചൊല്ലുന്നത് ഒന്നുകൂടി സ്പഷ്ടമാക്കി ഗൂഗിൾ മീറ്റിൽ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം പോലെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സന്തോഷം. അമ്മ ലളിതാ പരമേശ്വരി അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ജീവിതത്തിൽ നടക്കട്ടെ. നമസ്തേ. नमस्ते गुरुजी, नमस्ते नमस्ते നമസ്തേ ഗുരുജി. नमस्ते नमस्ते। നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. താങ്ക് യു ഗുരുജി. नमस्ते गुरुजी। നമസ്തേ ഗുരുജി.